പരിശുദ്ധ അമ്മയുടെ പ്രതിഷേധത്തിൻ്റെ ഒരു സാക്ഷിയാകാൻ എന്നെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചതിനോർത്ത് ദൈവം ഈശോയ്ക്കും പരിശുദ്ധ ദൈവമാതാവിനും ആയിരം നന്ദി പറയുന്നു. എൻ്റെ പേര് കൊച്ചറാണി ജോസി. ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് ജോസി ജോസഫ്. ഞങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം കൃപാസനത്തിലെ ഉടമ്പടി ഞങ്ങളെടുത്തത് 2019 പിറ്റത്തെ വർഷം ഞങ്ങൾ അത് ഉടമ്പടി പുതുക്കുകയും ചെയ്തു. 1.5 വർഷമായിട്ട് എനിക്ക് നട്ടലിന് 2 സ്ഥലത്ത് ബൾജിങ്ങും അകൽച്ചയും ഉണ്ടായിരുന്നു. ഭയങ്കര സിവിയർ പെയിനായിരുന്നു. ഞങ്ങൾ പല ആയുർവേദ ചികിത്സകളും ട്രീറ്റ്മെൻറ്റുകളും ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് മെഡിസിനും എല്ലാം ഞങ്ങൾ കഴിച്ചു നോക്കി. എന്നിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം തേക്കുകയും തേൻ കഴിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടെ ചൊല്ലിയതിൻ്റെ ഫലമായി പിറ്റത്തെ ഉടമ്പടി പുതുക്കിയതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് രോഗസൗഖ്യം പൂർണ്ണമായി എനിക്ക് സൗഖ്യം നൽകിയത് പരിശുദ്ധ അമ്മയെ ദൈവമാരനും എന്നെ അനുഗ്രഹിച്ചു. പിന്നെ എനിക്ക് രണ്ടാമത്തെ കിട്ടിയ അനുഗ്രഹം, ഞാൻ എയിംസിലെ ജോലി ചെയ്യുന്നത്. എനിക്ക് ഇൻചാർജ് പോസ്റ്റ് നൽകി ആ പോസ്റ്റ് താമസിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് ഇൻചാർജ് പോസ്റ്റ് കിട്ടി. ദൈവം അനുഗ്രഹിച്ചു. പിന്നെ പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹം ഒട്ടനവധിയാണ്. ഈ അനുഗ്രഹങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ജോസി പറയും. എൻ്റെ പേര് ജോസി. ഞാൻ 25 വർഷമായിട്ട് ഞാൻ സൗദി അറേബ്യയിലായിരുന്നു. മക്കൾ 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്തു ഡൽഹി വന്നു. മക്കളെ പഠിക്കാനൊക്കെ മക്കൾ വളരെ മോശമായിരുന്നു. എയിംസ് രാവിലെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ മക്കൾക്ക് പിന്നെ ആരുമില്ല, നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് അവരുടെ രീതിയിലുള്ള പഠനമേലയായിരുന്നു. അവരുടെ പഠനമേല വളരെ പുറകോട്ടായതുകൊണ്ട് എൻ്റെ വൈഫ് പറഞ്ഞു, ജോലി നിർത്തിപ്പോരെ, മക്കളെ പഠിപ്പിക്കുന്നതാണ് അത്യാവശ്യം. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കളെ നല്ല രീതിയിൽ പഠിക്കാനും മക്കൾക്ക് നല്ല ഉയർച്ചയുണ്ടാകാനും സാധിച്ചു. എൻ്റെ മോനെ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് കൂടി പാസ്സായിട്ട് BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് അവൻ മൂന്നാർ കാറ്ററിംഗ് കോളേജിലാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞ് 2 വർഷം ഇവിടെ ചെന്നൈയിലും 1 വർഷം കോഴിക്കോട്ടും ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടി ഇൻറ്റേൺഷിപ്പിന് കൊടുത്തായിരുന്നു. ഇൻറ്റേൺഷിപ്പിൽ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റെല്ലാം റെഡിയായി. വിസ ഇൻ്റർവ്യൂവിന് ഡൽഹി ചെന്നപ്പോൾ അത് റിജക്റ്റ് ആയിപ്പോയി. അവൻ ആപ്പാടെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, മാതാവ് നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനകളും എല്ലാം നടത്താറുണ്ടായിരുന്നു. നമ്മുടെ തൈലം പറ്റി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഉപ്പ് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ബൈബിൾ വായന, അരമണിക്കൂർ ബൈബിൾ വായിക്കും. കുരിശുവരെയും പ്രാർത്ഥനകളൊക്കെ നല്ല സംബന്ധമായി മക്കളെ ഇരുത്തി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കോഴിക്കോട്ട് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇത് കിട്ടാതെ വന്നപ്പോൾ യാദൃച്ഛികമായിട്ട് അവർ ഇൻ്റർവ്യൂ വിളിച്ചു. പെട്ടെന്ന് തന്നെ സെലക്ഷനായി. അവിടെ ചെന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ അർമാനിയ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് ഒരു ഹോട്ടലിലെ മാനേജർ അവിടെ വന്നു. അവിടെ താമസിക്കാൻ വന്നതാണ്. അപ്പം ഇവനവിടെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യായിരുന്നു. ഇവനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവനോട് ചോദിച്ചു, നീ അർമാനിയ വരുന്നു എന്ന് ചോദിച്ചു. നിന്നെ ഞാൻ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അമ്മയുടെ വലിയൊരു സാന്നിധ്യം അവിടെ പ്രവർത്തിച്ചു. അത് എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അങ്ങനെ ഒരു പൈസയും കൂടാതെ അവനെ അർമാനിയയിൽ കൊണ്ടുപോയി. അത് എൻ്റെ മോള് ഇപ്പം +2 കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ജീസാമേരി തന്നെ അവൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള കൃപ കിട്ടി. പല കോളേജിലും കൊടുത്തു. നമ്മുടെ ക്രിസ്ത്യൻ കോളേജാണ് ജീസാമേരി. അവൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പം PG പഠിക്കാൻ വേണ്ടി ഇപ്പം അമിറ്റി സൈക്കോളജി പഠിക്കുന്നു. ഇപ്പം 2nd ഇയർ പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2015 തന്നെ ഈ ഫെബ്രുവരി 15-ാം തീയതി എൻ്റെ അമ്മയുടെ ഒരു മരണമുണ്ടായി. അപ്പോൾ ഞങ്ങൾ യാദൃച്ഛികമായിട്ട് ഞങ്ങളിവിടെ നാട്ടിൽ വന്നു. ഒരു ഭവനം പണിയണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് ഇങ്ങനെ അമ്മയുടെ മരണശേഷം അതിനകത്ത് വലിയൊരു വസ്തു ഇങ്ങനെ തപ്പി ഒരു വസ്തു കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് വീട് വെക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എങ്കിൽ തന്നെയും യാദൃശ്യമായിട്ട് ഞങ്ങൾക്ക് റോഡ് സൈഡിൽ വേറൊരു വസ്തു അമ്മ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതിൻ്റെ ആധാരം ഇപ്പോൾ ഈ തിങ്കളാഴ്ച ഇപ്പം കഴിഞ്ഞു. ഞങ്ങൾ ശനിയാഴ്ച ഡൽഹിക്ക് പോവുകയാണ്. അപ്പോൾ അമ്മ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും പൊടാനിക്കോട് ഞങ്ങൾ നന്ദി പറയുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഇവിടുന്ന് ഞാൻ ഓരോ ഉടമ്പടി എടുത്ത് ഇവിടെയും കൊടുക്കും, ഡൽഹിയിലും കൊടുക്കും. ഞാൻ അവിടുത്തെ പള്ളിയിൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കരസ്മാറ്റിക് പ്രയർ ഓർഡറിൻ്റെ എല്ലാ ശനിയാഴ്ചയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിലെ ഞങ്ങളുടെ യൂണിറ്റിലെ കുടുംബങ്ങളിൽ എല്ലാ ശനിയാഴ്ചയും ജപമാല പ്രാർത്ഥനയുണ്ട്. പിന്നെ രോഗികളെ കാണുകയും അവർക്ക് വേണ്ട സഹായങ്ങളെ ചെയ്തു കൊടുക്കും. സാമ്പത്തികമായിട്ടും അല്ലാത്ത രീതിയിലുള്ള സഹായം ചെയ്യും.
എൻ്റെ വൈഫാണ് തന്നെ ആരെങ്കിലും ഒരാൾ രോഗിയെന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ ഹാർട്ടിൻ്റെ രോഗങ്ങൾക്കുള്ള എല്ലാ കാര്യവും അവൾ കൊണ്ടുപോയി ഫ്രീ ആയിട്ട് ഓരോ കാര്യം ചെയ്തു കൊടുക്കും. ആത്മീയ ജീവിതം സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ 5:30 ആകുമ്പോൾ ഡെയിലി ബ്രെഡ് കാണും. ബൈബിൾ വായന അരമണിക്കൂർ എല്ലാ ദിവസവും ബൈബിൾ വായനയുണ്ട്. എല്ലാത്തിനും ഈശോയ്ക്കും അമ്മ വതാനും കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയാൻ താമസിച്ചാൽ ഞാൻ അമ്മയോടും ഈശോയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ഞാൻ എന്നേക്കും അവിടുത്തോട് നന്ദി പറയും. അങ്ങയുടെ ഭക്തരുടെ മുൻപിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കും. എന്തെന്നാൽ അത് ശ്രേഷ്ഠമാണ്. സങ്കീർത്തനം 52:9 ഉടമ്പടി എന്നത് ദൈവത്തോടുള്ള ഒരു നിശ്ചയദാർഢ്യമായ ഒരു ആത്മീയ ബന്ധമാണ്. വിശ്വാസവും നന്ദിയും നിറഞ്ഞ ഒരു ബന്ധം. ദൈവം ചെയ്തതിനെ ഓർത്ത് എന്നും സ്തുതിക്കുകയും വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ചെയ്യുകയാണ് ഉടമ്പടി മക്കൾ. ഉടമ്പടിയിൽ നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ജോസഫും കുടുംബവും ഈശോയും അമ്മയും നൽകിയ ഓരോ അനുഗ്രഹത്തിനും നന്ദി പറയുകയാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഇവരെ ഒരുക്കിയതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുമ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് 1.5 വർഷമായിട്ട് നട്ടെല്ലിന് അകൽച്ചയും ബൾജിയുമായിട്ട് പല ഹോസ്പിറ്റലിൽ കയറിയിറങ്ങി പല ട്രീറ്റ്മെൻറ്റും ചെയ്തു. പക്ഷെങ്കിൽ ഫലമുണ്ടായില്ല. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുകയും തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി വെഞ്ചരിച്ച് ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു എന്നാണ് ഈ മക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈശോയുടെയും അമ്മയുടെയും കൃപയാൽ ലഭിച്ച ഒരു വലിയ അനുഗ്രഹമാണ് ഈ രോഗസൗഖ്യം. പിന്നീട് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുന്ന ഈ സഹോദരി കൊച്ചുറാണിക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് വർഷങ്ങളായി ജോലി ചെയ്യുകയാണ്. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഇൻചാർജ് പോസ്റ്റിലേക്ക് ഒരു പ്രൊമോഷൻ നൽകി ഈശോയും അമ്മയും അനുഗ്രഹിക്കുകയാണ്. ഇവിടെയും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയാൽ എന്നാണ്. അത് കഴിഞ്ഞിട്ട് മകൻ്റെ കാര്യവും അതുപോലെ തന്നെയാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് കഴിഞ്ഞ് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് USA പോകുവാനായിട്ട് എല്ലാ കാര്യവും റെഡിയാക്കി വെച്ചപ്പോഴാണ് പിന്നീട് അത് റിജക്റ്റ് ആയെന്ന് മനസ്സിലായത്. പിന്നീട് അവർ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടിയിൽ നിയോഗമായി സമർപ്പിച്ച പ്രാചീന ഫലമായിട്ട് യാദൃശ്ചികമായി അർമേനിയയിൽ നിന്ന് വന്ന ഒരു മാനേജറിനെ കാണുകയും പെട്ടെന്ന് തന്നെ എല്ലാ രീതിയിലും ഈശോയും അമ്മയും ഒരുക്കി കൊടുക്കുകയാണ്. ഒരു ചിലവും ഇല്ലാതെ. ഒരു പക്ഷേ അമേരിക്കയ്ക്ക് പോയിരുന്നെങ്കിൽ അവർക്കായ എല്ലാ ചിലവും വഹിക്കേണ്ടി വരുമായിരുന്നു. അത് ഈശോയും അമ്മ ഒരുക്കി തന്നായിട്ട് തന്നെയാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, ദൈവത്തിൻ്റെ കൃപയാലാണ്. ഞങ്ങൾക്കൊരു കഴിവുമില്ല, ഞങ്ങൾക്കൊണ്ട് സാധിക്കാത്തതാണ്. പക്ഷേങ്കിൽ ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെയാണ് അർമേനിയയിലെ ആ വ്യക്തിയെ കാണുവാൻ സാധിക്കുകയും പെട്ടെന്ന് തന്നെ എല്ലാം ഫ്രീ ആയിട്ട് തന്നെ ടിക്കറ്റും വിസയും എല്ലാം ശരിയാക്കാൻ സാധിക്കുകയും സമയ ചുരുക്കത്തിൽ തന്നെ എല്ലാം ഈശോയുടെ അമ്മയുടെ ഇടപെടലിലൂടെ എല്ലാം നടത്തി തന്ന് അതിനും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുകയാണ്. വർഷങ്ങളായിട്ട് മറ്റ് രാജ്യങ്ങളിൽ മറ്റ് ദേശത്ത് താമസിക്കുന്ന ഈ കുടുംബത്തിന് സ്വന്തം നാട്ടിലൊരു ഭവനം എന്നതൊരു സ്വപ്നമായിരുന്നു. ആ ആഗ്രഹത്തോടെ നാട്ടിൽ വന്ന് ഒരു സ്ഥലം അന്വേഷിക്കുകയും പെട്ടെന്ന് തന്നെ ഈശോയും അമ്മയുടെയും ഇടപെടലിലൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം റോഡ് സൈഡിൽ ഒരു നല്ലൊരു സ്ഥലം നൽകി ഈ മക്കളെ അനുഗ്രഹിച്ചു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെയെല്ലാം നാം കാണുന്നത് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ അനവധിയാണ്. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ കാര്യവും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു ഈശോയും അമ്മയുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങയുടെ ഭക്തരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുമെന്നുള്ളതാണ് നമ്മുടെ ജോലി. ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 55:22 പറയുന്നത് പോലെ നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാന് കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമ്മുടെ എന്ത് ഭാരമായാലും എന്ത് ബുദ്ധിമുട്ടുകളായാലും കഷ്ടതകളായാലും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ താങ്ങിക്കൊള്ളും. നമ്മൾ ഒരിക്കലും കുലുങ്ങുവാൻ വീഴുവാൻ തളരുവാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല.
ഈശോയും അമ്മയും നമ്മെ കരം പിടിച്ചുകൊണ്ട് നമ്മെ മുന്നോട്ട് നയിക്കുകയാണ്. ഉടമ്പടിയിൽ നമുക്കും കൂടുതൽ വിശ്വസ്തയോടെ, കൂടുതൽ തീഷ്ണതയോടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ജോസി ജോസഫിന് കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശു അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.